മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ CPM-ന്റെ നേതാക്കന്മാരാണ്. ഓരോ പ്രതികളെയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ മോചിപ്പിക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. CPM-ന്റെ MLA, പത്തനംതിട്ടയിലെ നേതാവ്, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. വാസു ജയിലിൽ കിടക്കുകയാണ്. CPM-ന്റെ നേതാവ് വാസു ജയിലിൽ കിടക്കുകയാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. തൊഴിലില്ലായ്മ കേരളത്തിലെ ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ദുഷ്ചേരികളെ തുറന്നു കാട്ടി ഒരു പകരം സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പകരം ഗവൺമെന്റ് കേരളത്തിൽ രൂപീകരിക്കാൻ പൊതുയുഗം തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. പ്രിയപ്പെട്ട MLA-മാർ, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ MP, ഈ പരിപാടിയുടെ തന്നെ മുഖ്യ സംഘാടകന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA, മഞ്ചേശ്വരത്തിന്റെ MLA, ജനങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന നേതാവ് KM അഷ്റഫ്, പ്രിയങ്കരനായിട്ടുള്ള എല്ലാ നേതാക്കന്മാർ, പേര് പറയണമെങ്കിൽ അത് തന്നെ ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അവരെല്ലാം എന്നോട് ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് UDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല, രണ്ടാം തവണയും വിജയിപ്പിച്ച് അധികാരത്തിലേക്കാൻ സഹായിച്ച ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇതുപോലെ ഒരു സർക്കാർ വിരുദ്ധ വികാരം നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്നു. ക്വാർട്ടർ നടക്കും, സെമി ഉണ്ടാകും, ഫൈനൽ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ജയിക്കില്ല എന്ന് പലരും കരുതിയിരുന്ന പഞ്ചായത്തുകളിലേക്ക് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചുണക്കുട്ടന്മാർ വേദികളും സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കൾ, കേരളത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ മതേതര കേരളം തിരിച്ചെടുക്കാൻ ഈ UDF നടത്തുന്ന ഈ മുന്നേറ്റ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജാഥ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ പിണറായിസവും മരുമോനിസവും അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഴുവൻ നേതാക്കളും ജില്ലയിൽ നിന്നുള്ള നേതാക്കളും സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഒന്ന് അവർ സഹകരിക്കണമെന്ന് കൂടി അവരോട് കൂടി മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രീ രാഹുൽജിയോടൊപ്പം പോരാട്ടം വർഗീയതയെ പ്രതിരോധിക്കാൻ, മതമൗലികവാദത്തെ പ്രതിരോധിക്കാൻ, മതേതര രാഷ്ട്രമായ ഭാരതത്തെ മതവൽക്കരിക്കാനുള്ള RSS-നെതിരായിട്ടുള്ള ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ തകർന്നടിഞ്ഞ കേരളത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് 10 വർഷം ഒരു പക്ഷേ അങ്ങനൊരു യാത്ര, അങ്ങനൊരു ജാവ. മുഴുവൻ നേതാക്കളും ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഒന്ന് അവർ സഹകരിക്കണമെന്ന് കൂടി അവരോട് കൂടി മതേതരത്വവും നിലനിർത്തുന്നതിന് വേണ്ടി
ശ്രീ രാഹുൽജിയോടൊപ്പം പോരാട്ടം City Gold, Gold and Diamonds, Kerala and Karnataka.